അതുകൊണ്ടാണല്ലോ നമുക്ക് ഓർമ്മയില്ലേ 2021 അവസ്ഥ. 2021 തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കേരളത്തിലെ ഒരു പൊതുചിന്ത 1980 ശേഷം കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രമെടുത്താൽ, കേരള ചരിത്രമെടുത്താൽ കാണാൻ കഴിയുന്നത് ഒരു മുന്നണി അധികാരത്തിൽ, അടുത്ത തെരഞ്ഞെടുപ്പിൽ മറ്റൊരു മുന്നണി അധികാരത്തിൽ, നിലവിലുള്ളവർ പരാജയപ്പെടുക. ഇതാണ് 1980 മുതൽ ഇങ്ങോട്ട് നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും ഉണ്ടായത്. ഏതുവരെ? 2016 തെരഞ്ഞെടുപ്പ് നേരിട്ട് അധികാരത്തിൽ വന്ന LDF സർക്കാർ 2021 തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് വരെ. അപ്പോൾ സ്വാഭാവികമായി UDFും മറ്റും പ്രതീക്ഷിച്ചു, ഇവിടെ ഞങ്ങൾക്ക് അടുത്ത ഊഴം കിട്ടാൻ പോവുകയാണ്. അപ്പോൾ അടുത്ത ഊഴം കിട്ടുന്നതിന് വേണ്ടി അവരവരുടേതായ രീതിയിൽ ശ്രമം ആരംഭിച്ചു. അപ്പോൾ ആ ശ്രമത്തിൽ LDFിനും LDF സർക്കാരിനും സൽപ്പേരേ നിലനിൽക്കുന്നുള്ളൂ. അപ്പം അങ്ങനെയൊരു സൽപ്പേര് നിലനിൽക്കുന്നത് നല്ലതാണോ എന്നായി അവരുടെ ചിന്ത. അപ്പോൾ ആ സൽപ്പേര് ഇല്ലാതാക്കണം. എല്ലാ വിഭാഗം ജനങ്ങൾക്കും നല്ല വിശ്വാസം LDF സർക്കാരിൽ. ആ വിശ്വാസം ഇല്ലാതാക്കണം. നമ്മുടെ കേരളം പലവിധത്തിലുള്ള പുരസ്കാരങ്ങൾക്ക് അർഹത നേടുന്നു. നമ്മുടെ മൊത്തത്തിലുള്ള പ്രവർത്തനത്തിൻ്റെ മികവ്, അതിൻ്റെ ഭാഗമായി ഇന്ത്യ രാജ്യത്ത് അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളം എന്ന സ്ഥാനം കേരളത്തിൽ ലഭിക്കുന്നു. ഇതൊക്കെ വല്ലാത്ത പ്രയാസം UDFിനും മറ്റുള്ളവർക്കും സൃഷ്ടിച്ചു. ഇതിനെ ആകെ എങ്ങനെ മാറ്റിമറിക്കാം? ജനങ്ങളിലുള്ള വിശ്വാസം, ആ വിശ്വാസത്തെ എങ്ങനെ അട്ടിമറിക്കാം? അതായി ചിന്ത. അതിനുവേണ്ടി UDF എന്ന നിലക്ക് ചില പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ആ പ്രവർത്തനങ്ങൾ വേണ്ടത്ര യേശുന്നില്ല. ജനങ്ങൾ വേണ്ടത്ര മുഖവിലക്കെടുക്കുന്നില്ല. അപ്പോൾ അവർക്ക് മനസ്സിലായി ഈ കാര്യത്തിൽ മറ്റ് ചില ഇടപെടലുകൾ കൂടി വേണം. അതായത് തങ്ങൾ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ബോധപൂർവം തങ്ങൾ കെട്ടിച്ചമക്കുന്ന ആക്ഷേപങ്ങൾക്ക് വിശ്വാസ്യത പകരാൻ ചില ഏജൻസികളെ കിട്ടണം. അവരതിനെ ആശ്രയിച്ചത് BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏജൻസികളെയാണ്. അതിനായി BJP അവർ സമീപിച്ചു. BJP ഓർമ്മയില്ലേ? 2016 ശേഷം കേരളത്തിൽ കോൺഗ്രസും BJPയും UDFും BJPയും ഒരേ മനസ്സോടെയാണല്ലോ പ്രവർത്തിച്ചു വന്നിരുന്നത്. കേരളത്തിലെ BJP കേന്ദ്ര BJPയെ സമീപിച്ച് കേന്ദ്ര ഏജൻസിയെ ഇങ്ങോട്ട് അയക്കണമെന്ന് പറഞ്ഞു. അവർ പറന്നിറങ്ങി. പിന്നെ അവരെ വകയായി ഈ പറഞ്ഞ ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കെട്ടിച്ചമക്കുന്ന കാര്യങ്ങൾക്ക് തങ്ങളുടെ ഔദ്യോഗിക സ്ഥാനം ഉപയോഗിച്ച് വിശ്വാസ്യത പകരാൻ കഴിയുമോ എന്ന ശ്രമമാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടത്തിയത്. വേറൊരു കൂട്ടരെ നമുക്കറിയാലോ, കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ. അവരരയും തലയും മുറുക്കി രംഗത്ത് വന്നു. കാരണം അത്രമാത്രം കടുത്ത ഇടതുപക്ഷ വിരോധം, അതിൻ്റെ ഭാഗമായുള്ള LDF വിരോധം
ആ വലതുപക്ഷ മാധ്യമങ്ങൾക്കുണ്ട്. അവരവരുടെ കഴിവ് മുഴുവനായിട്ട് അങ്ങെടുത്ത് ഉപയോഗിച്ചു. നല്ല ആശ്വാസം ആർക്ക്? ഈ പ്രചരണത്തിൻ്റെ ഭാഗമായവർക്ക്. തീർന്നു, ഇനി രക്ഷപ്പെടില്ല. ആര്? LDF. LDFിൻ്റെ കഥ ഇവിടെ കഴിഞ്ഞു എന്നവരെല്ലാം തീരുമാനിച്ചു. പിന്നെ 2021 തെരഞ്ഞെടുപ്പിന് ശേഷം തയ്യാറാക്കേണ്ട കാര്യങ്ങൾ, വരേണ്ട അധികാര സ്ഥാനങ്ങൾ, പിന്നെ ഉടനെ തന്നെ മാറ്റേണ്ട കാര്യങ്ങൾ, അങ്ങനെയെല്ലാമുള്ള പണിയിലേക്ക് ഏർപ്പെട്ടു. പക്ഷേ പ്രശ്നം എന്താ? ഈ പോളിംഗ് ബൂത്തിൽ ചെന്ന് ഈ ബട്ടൺ നമ്മളെ വിരലുകൊണ്ട് അമർത്തുന്നുണ്ടല്ലോ, ആ അമർത്തുന്നത് ഓരോ ആളാണല്ലോ. ആ ആളുടെ മനസ്സിൽ ഉള്ള സ്ഥാനമാണല്ലോ പ്രധാനം. അവർക്ക് സർക്കാരിനെക്കുറിച്ചുള്ള ബോധ്യമുണ്ടല്ലോ. ആ ബോധ്യം ഇവരെല്ലാം സൃഷ്ടിക്കുന്നതല്ലോ, അവരുടെ സ്വന്തം അനുഭവത്തിലൂടെയുള്ള ബോധ്യമാണല്ലോ. ആ അനുഭവത്തിലൂടെയുള്ള ബോധ്യമാണ് പോളിംഗ് ബൂത്തിൽ ചെന്ന് ആ ബട്ടൺ അമർത്തുമ്പോൾ കണ്ടത്. എന്തായി? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഈ ആളുകളുടെ എല്ലാം കണ്ണ് തള്ളും വിധം 99 സീറ്റോടെ LDFിനെ വീണ്ടും അധികാരത്തിൽ. അതാണ് ചരിത്രം തിരുത്തിയ കേരളത്തിൻ്റെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിധി. ഇതല്ലേ നമ്മുടെ കേരളത്തിലുണ്ടായത്? അതോടുകൂടി സമനില തെറ്റിയ മട്ടാണ്. ഒരു തരത്തിലും LDF സർക്കാരിനെ അംഗീകരിക്കാൻ തയ്യാറല്ല. എല്ലാ തരത്തിലും സർക്കാരിനെതിരെയുള്ള നീക്കങ്ങൾ ഘടിപ്പിക്കുക എന്നുള്ളതാണ്.